നമസ്കാരം. ഫാർമ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ റെക്കോർഡുകൾക്കും ലോഗ് ബുക്കുകൾക്കും എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഫാർമ രംഗത്ത് ഒരു അടിസ്ഥാന നിയമമുണ്ട്. അതിതാണ്: നിങ്ങൾ എന്ത് ജോലി ചെയ്തു എന്നത് വിഷയമല്ല, അത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ജോലി നടന്നിട്ടേയില്ല. അതാണ് സത്യം. ഈ ഒരൊറ്റ ആശയം തന്നെയാണ് എല്ലാ ഡോക്യുമെന്റേഷന്റെയും അടിത്തറ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഫാർമാ ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരേ ഒരു സാക്ഷിയേയുള്ളൂ, അതാണ് രേഖകൾ. എന്തുകൊണ്ടാണ് ഈ റെക്കോർഡുകൾക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. മരുന്ന് നിർമ്മാണം, ടെസ്റ്റിംഗ്, ക്ലീനിംഗ്, സ്റ്റാഫിനുള്ള ട്രെയിനിംഗ്, ഇങ്ങനെയുള്ള ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തെളിവ് വേണം. ഇവിടെ വാക്കാലുള്ള ഉറപ്പുകൾക്കോ ഓർമ്മകൾക്കോ ഒരു വിലയുമില്ല. എല്ലാം കൃത്യമായി വ്യക്തമായി എഴുതി വച്ചിരിക്കണം. ശരി, ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അതായത്, ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങളും ആ ജോലി ചെയ്തു എന്ന് തെളിയിക്കുന്ന രേഖകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് ആ പ്രധാന വ്യത്യാസം വരുന്നത്. SOP, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലെയാണ്. അത് നമ്മളോട് എന്തു ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ റെക്കോർഡുകളും ലോഗ് ബുക്കുകളുമാണ് ആ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്തു എന്നതിൻ്റെ തർക്കമില്ലാത്ത തെളിവ്. എന്ത് ചെയ്തു, എപ്പോൾ ചെയ്തു, ആരാണ് ചെയ്തത് എന്നെല്ലാം അതിലുണ്ടാകും. നമ്മൾ ദിവസവും കാണുന്ന ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഓരോ ബാച്ച് മരുന്നിൻ്റെയും നിർമ്മാണഘട്ടങ്ങൾ വിശദമായി രേഖപ്പെടുത്തുന്ന BMR, അതായത് ബാച്ച് മാനുഫാക്ചറിംഗ് റെക്കോർഡ്, അതുപോലെ എക്യുപ്മെൻറ്റുകൾ എപ്പോഴൊക്കെ ഉപയോഗിച്ചു, എപ്പോഴൊക്കെ ക്ലീൻ ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തുന്ന ലോഗ് ബുക്കുകൾ, ഇവയെല്ലാം ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ശക്തി എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒരു മരുന്നിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ച് എടുത്തു നോക്കിയാൽ അതിൻ്റെ ജനനം മുതൽ പാക്കിംഗ് വരെയുള്ള മുഴുവൻ കഥയും നമുക്ക് ഈ റെക്കോർഡുകളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. ആരോടും ഒരൊറ്റ വാക്കുപോലും ചോദിക്കേണ്ടി വരില്ല. അതാണ് നല്ല ഡോക്യുമെന്റേഷന്റെ പവർ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ ഡോക്യുമെന്റേഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പിഴവുകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഓഡിറ്റർമാരും റെഗുലേറ്ററി ഏജൻസികളും ഈ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. റെഗുലേറ്ററി ഓഡിറ്റർമാർ റെക്കോർഡുകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഡേറ്റയുടെ വിശ്വസ്യതയെ ബാധിക്കുന്ന മിക്ക പ്രശ്നങ്ങളുടെയും തുടക്കം പലപ്പോഴും ഈ രേഖകളിലെ പിഴവുകളിൽ നിന്നായിരിക്കും. ഓഡിറ്റുകളിൽ സ്ഥിരമായി കാണുന്ന ചില പ്രശ്നങ്ങളാണിത്. ഉദാഹരണത്തിന്, ഫോമുകളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ വിടുന്നത് പിന്നീട് ആർക്കെങ്കിലും അവിടെ തെറ്റായ വിവരങ്ങൾ എഴുതി ചേർക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നതുപോലെയാണ്. അതുപോലെ ഡേറ്റ് മാറ്റിയിടുന്നത്, വെട്ടിത്തിരുത്തുന്നത്, ഇതൊക്കെ ഡാറ്റയിൽ കൃത്രിമം കാണിച്ചുവെന്ന സംശയമുണ്ടാക്കും. ഇത് രോഗിയുടെ സുരക്ഷയെ വരെ അപകടത്തിലാക്കിയേക്കാം. കമ്പനിക്ക് വലിയ പിഴയും നിയമ നടപടികളും നേരിടേണ്ടിയും വരും. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം കാണുക? അതിനാണ് ഗുഡ് ഡോക്യുമെന്റേഷൻ പ്രാക്ടീസസ്, അഥവാ GDP എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമപരമായി നിലനിൽക്കുന്നതും കൃത്യവുമായ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ഈ വഴികൾ സഹായിക്കും. ഒരു ജോലി കഴിഞ്ഞ ഉടൻ തന്നെ അത് രേഖപ്പെടുത്തിയാൽ പിന്നെ മറന്നുപോകുമെന്ന പേടി വേണ്ട. എഴുതുന്നത് ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി അഥവാ ഒരു തെറ്റുപറ്റിയാൽ അത് വെട്ടിമാറ്റുകയോ മായ്ക്കുകയോ ചെയ്യരുത്. പകരം ഒരൊറ്റ വര കൊണ്ട് വെട്ടി എന്തുകൊണ്ട് തിരുത്തി എന്നെഴുതി ഒപ്പും തീയതിയുമിടണം. ഇത് സുതാര്യത ഉറപ്പുവരുത്തും. നിങ്ങളൊരു കാര്യം രേഖപ്പെടുത്തിയെന്ന് വെച്ച് മാത്രം കാര്യം കഴിഞ്ഞില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ് അതിൻ്റെ പുനഃപരിശോധന. സാധാരണയായി ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അംഗീകാരമുള്ള മറ്റൊരാളിത് ചെയ്യണം. കാരണം ഒരു ചെറിയ പിഴവ് പോലും ഒരു ബാച്ച് മുഴുവനായി ഒഴിവാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഓഡിറ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കോ നയിച്ചേക്കാം. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഈ റെക്കോർഡുകളും ലോഗ് ബുക്കുകളും സൂക്ഷിക്കുന്നത് വെറും ഓഡിറ്റിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിയമം അനുസരിക്കാൻ വേണ്ടി മാത്രവുമല്ല. അതിനപ്പുറം ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഡോക്യുമെന്റേഷൻ ഒരു ഭാരമല്ല, അത് കമ്പനിക്ക് തന്നെയുള്ള ഒരു സംരക്ഷണ കവചമാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ ഈ രേഖകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്: ഒരു SOP പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊരു വാഗ്ദാനമാണ്. എന്നാൽ ഒരു റെക്കോർഡ് പറയുന്നത് ഞാൻ ഇത് ചെയ്തു എന്നതിൻ്റെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത തെളിവാണ്. ഈ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്ഥാപനത്തിലെ രേഖകൾ അത് നിങ്ങളെ സംരക്ഷിക്കുന്നൊരു പരിചയമാണോ, അതോ നിങ്ങളെ തന്നെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒന്നാണോ? ഈ ചിന്തയോടെ അടുത്ത തവണ കാണാം. നന്ദി.